മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ പ്രതിഷേധം ഇതിനോടകം തന്നെ അവർ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്, ഇക്കാര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ചേരുന്ന നേതൃയോഗം നിലവിലെ സാഹചര്യം തന്നെയാണ് ചർച്ച ചെയ്യുക. മികച്ച ഭൂരിപക്ഷം നേടി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിജയിക്കാനായിട്ടും ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്തത് കോൺഗ്രസിലെ ഒരു കഴിവുകേട് കൊണ്ടാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തർക്കം കൊണ്ടാണ്, ആഭ്യന്തര പ്രശ്നം കൊണ്ടാണ് എന്ന തരത്തിൽ തന്നെയാണ് ലീഗ് വ്യാഖ്യാനിക്കുന്നത്, ലീഗ് വിമർശിക്കുന്നത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി.ഡി. സതീശനെ പിന്തുണച്ചുകൊണ്ട് ലീഗ് അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. കാരണം വി.ഡി. സതീശനാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ ഒന്നാകെ നയിച്ചതും ഓരോ മണ്ഡലത്തിലെത്തി പ്രചരണം നടത്തിയതും അദ്ദേഹത്തിൻ്റെ പേരിലാണ് വോട്ട് തേടിയതും ജനം വോട്ട് ചെയ്തതും വി.ഡി. സതീശന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശനെ പിന്തുണച്ച് ലീഗ് രംഗത്തെത്തിയിരുന്നു. പക്ഷേ കോൺഗ്രസിലെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറയുമ്പോൾ പോലും തങ്ങളുടെ നിലപാട് അത് കൃത്യമായിട്ട് തന്നെ ലീഗ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ദിവസങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ഒരു തീരുമാനവും ആവാത്ത സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് ലീഗിനുള്ളിൽ തന്നെ ഉണ്ടാകുന്നത്. പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യമെന്ന് എം.എൽ.എമാർ വരെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു മുഖ്യമന്ത്രി തർക്കം എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ചേരുന്ന യോഗത്തിൽ കോൺഗ്രസിൻ്റെ ഈ ഒരു നിലപാടിലുള്ള പ്രതിഷേധം തന്നെയായിരിക്കും മുഖ്യമായിട്ടും ചർച്ച ചെയ്യുക. അതുപോലെ തന്നെ ലീഗിൻ്റെ വാക്ക് പരിഗണിക്കാതെ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പരിഗണിക്കാതെ മറ്റ് തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ അതിലുള്ള നിലപാടുകളും ലീഗ് ചർച്ച ചെയ്തേക്കും. പരസ്യമായി പറയുമെന്ന് പറയാനാകില്ല. അതിനൊപ്പം തന്നെ ലീഗ് ചർച്ച ചെയ്യുക അവരുടെ 5 മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ 5 മന്ത്രിസ്ഥാനമായിരുന്നു 2011 അവർ അധികാരത്തിലെത്തിയപ്പോൾ ലഭിച്ചത്. ഇത്തവണയും അതേ 5 മന്ത്രിസ്ഥാനം വേണമെന്നൊരാവശ്യം തന്നെയാണ് ലീഗ് ഉന്നയിക്കുന്നത്. ആരൊക്കെ മന്ത്രിയാകണമെന്ന കാര്യത്തിലുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. എന്നാണെങ്കിലും ഈ ഒരു സമയത്ത് 10 മണിക്കാണ് യോഗം ആരംഭിക്കുക. ഉച്ചയോടെ യോഗം തീരും. അതിനുള്ളിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ അതിലുള്ള പ്രതികരണവും ആ കാര്യത്തിലുള്ള ചർച്ചകളും ഇന്ന് നടക്കും. എന്താണെങ്കിലും മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി വിഷയത്തിൽ കടുത്ത അഭിപ്രായങ്ങളിലേക്ക് നിലപാടുകളിലേക്ക് പോകുമോ എന്ന് ഇന്നത്തെ നേതൃയോഗം തീരുമാനിക്കും. എന്താണെങ്കിലും ഉച്ചയോടെ യോഗം സമാപിക്കുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. ഒരുപക്ഷെ കോൺഗ്രസിനെതിരെ ഒരു പരസ്യ വിമർശനത്തിന്, അതിരൂക്ഷമായ ഭാഷയുടെ പരസ്യ വിമർശനത്തിന് ലീഗ് തയ്യാറാകുമോ അതോ സാഹചര്യങ്ങൾക്കനുസരിച്ച് സമാജത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടത്.